പാനൂരിലെ ബോംബ് സ്ഫോടനത്തിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന സിപിഐഎം. കൊല്ലപ്പെട്ടയാൾക്കൊപ്പമുള്ള കെ ശൈലജയുടെ ഫോട്ടോ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. പാർട്ടിക്ക് ബന്ധമില്ലെന്നും കൂടെ ഫോട്ടോ എടുത്തവരുടെ പശ്ചാത്തലം നോക്കാറില്ലെന്നും കെ ശൈലജ പ്രതികരിച്ചു. എന്തിനാണ് ബോംബ് നിർമ്മിച്ചതെന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ ചോദ്യം. സമഗ്ര അന്വേഷണം വേണമെന്ന് BJPയും ആവശ്യപ്പെട്ടു. കൂടെ പലരും ഫോട്ടോ എടുക്കാറുണ്ട്. ഫോട്ടോ എടുക്കാൻ വരുന്നവരുടെ പശ്ചാത്തലം പരിശോധിക്കാനാകില്ല. പാനൂർ സ്ഫോടനത്തിൽ പരിക്കേറ്റവർക്കൊപ്പമുള്ള ഫോട്ടോ സംബന്ധിച്ച കെ ശൈലജയുടെ ആദ്യ പ്രതികരണം ഇതായിരുന്നു. സ്ഫോടനത്തിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പാനൂർ ഏരിയ കമ്മിറ്റിയും വടകര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളും പ്രഖ്യാപിച്ചു. ഈ സ്ഫോടനത്തിൽ CPMന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. CPM പ്രവർത്തകരുമായി ചില സംഘർഷങ്ങൾ നേരത്തെ ഉണ്ടായതിനെ തുടർന്ന് CPM അകറ്റി നിർത്തിയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ബോംബ് സ്ഫോടനത്തിൽ പെട്ടിരിക്കുന്നത്. പാർട്ടിയുമായിട്ട് ഇവർക്ക് ബന്ധമില്ല എന്നുള്ളതും പരസ്യമായി അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാനൂരിലെ ബോംബ് സ്ഫോടനത്തിൽ സമഗ്രമായി അന്വേഷിക്കണമെന്ന് കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ. ഗൗരവതരമായി വിഷയത്തെ അന്വേഷിക്കേണ്ടുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പിന്റെ മുൻപിലാണ് ഈ സംഭവം നടക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യം അതിന്റെ പിറകിൽ ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വളരെ ഗൗരവമായി ഈ വിഷയം പോലീസ് കൈകാര്യം ചെയ്യണമെന്ന് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും കെ സുധാകരൻ പറഞ്ഞു. വടകരയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായി CPIM കോപ്പുകൂട്ടുന്നതായി സംശയിക്കുന്നതായി കോഴിക്കോട് DCC പ്രസിഡന്റ്. ബോംബ് രാഷ്ട്രീയത്തിനെതിരായ ജനവിധിയായിരിക്കും വടകരയിൽ പ്രതിഫലിക്കുകയെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു. ഈ ബോംബ് നിർമ്മാണത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ട്. ഇത് ഈ തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് എന്നുള്ള കാര്യത്തിന് ഞങ്ങൾക്ക് സംശയങ്ങൾ ഏതുമില്ല. സ്ഫോടനത്തിന് പിന്നിൽ CPIM എന്ന BJPയും ആരോപിച്ചു. സ്ഫോടനത്തിൽ പരിക്കേറ്റവർ പാർട്ടി അനുഭാവികളായിരുന്നെങ്കിലും പിന്നീട് പാർട്ടി വിരുദ്ധ ചേരിയിലേക്ക് മാറിയെന്നും CPIM പ്രാദേശിക നേതാക്കൾ പറയുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.